അടുത്ത ചോദ്യം ചോദിച്ചേക്കണം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ബെസ്റ്റ് കണ്ടക്ടർ. താഴെ പറയുന്നവർ ഏറ്റവും നല്ല കണ്ടക്ടർ, നല്ലോണം നല്ല ചാലകം, അതായത് കറണ്ട് ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യാൻ ശക്തിയുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സിൽവറാണ് അല്ലെങ്കിൽ വെള്ളിയാണ് ഏറ്റവും അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഇതിൽ പറഞ്ഞത്. അതായത് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി സീമെൻസ് പെർ മീറ്ററിലാണ് പറയുന്നത്. അപ്പോൾ 6.3 വെച്ചുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറവാണ്, ഭയങ്കര ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയും അല്ലാണ്ട് കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, മാലബിൾ ഡക്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് ഇതുണ്ട്. പക്ഷേ കോസ്റ്റ് കൂടുതലാണ്, കോസ്റ്റും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോപ്പറാണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും കണ്ടക്ടിവിറ്റിയുടെ വ്യത്യാസം കാണാം. ഇത് 6.3 × 10⁻⁷ ആണ്, ഇത് 5.96 × 10⁻⁷ ആണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഇതാണ് നമ്മുടെ കോപ്പറാണ്. പിന്നെ ഗോൾഡും സിങ്കും അലുമിനിയം ഇതൊക്കെ എല്ലാം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റാങ്കിങ് പറയുകയാണെങ്കിൽ സിൽവർ ഏറ്റവും ടോപ്പ്, അത് കഴിഞ്ഞ് കോപ്പർ, പിന്നെ ഗോൾഡ്, പിന്നെ അലുമിനിയം, പിന്നെ സിങ്ക്, അങ്ങനെയാണ് പോകുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവർ ഇൻസുലേറ്റർ ഏതാണെന്നാണ്. ഇപ്പോൾ കണ്ടക്ടർ ചോദിച്ചു, അതേപോലെ ഇൻസുലേറ്റർ ഏതാണെന്നുള്ളത്, അതായത് കണ്ടക്ട് ചെയ്യാൻ ഏതാണെന്നുള്ള ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പേപ്പർ, SMC, എയർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് മോൾഡിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഈ SMC എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ഭയങ്കര ഹൈ റെസിസ്റ്റൻസും അത് ഇൻസുലേറ്റർ ആണത്. ഇതേപോലെ നമ്മുടെ ബസ് ബാറിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് കാണാം, ബസ് ബാറിൻ്റെ ഇൻസുലേഷൻസ് നമ്മുടെ പാനൽസിലൊക്കെ. ഇതാണ് SMC, ഷീറ്റ് മോൾഡിങ് കോമ്പൗണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ കിട്ടാൻ വേണ്ടി, അതായത് ഇൻസുലേറ്റഡ് ആവാൻ വേണ്ടി ഇത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ സെറാമിക്, ഗ്ലാസ്, എപ്പോക്സി, പോളിമൈഡ്, ടെഫ്ലോൺ, ഇതെല്ലാം ഇൻസുലേറ്റേഴ്സാണ്, ഇതേപോലത്തെ ഇൻസുലേറ്റേഴ്സാണ്. അപ്പം നമ്മുടെ ചോദ്യത്തിൽ ഇത് ഇവിടെ പേപ്പറും എയറും കൂടി ഉണ്ട്. അതെ, ഇതും ഇൻസുലേറ്റേഴ്സാണ്. പേപ്പറും നമ്മൾ വൈൻഡിങ്സിൻ്റെ ഇടയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. എയർ ഇൻസുലേറ്റഡ് ABC കേബിൾസ്, എയർ ബഞ്ചഡ് കേബിൾസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതും ഉപയോഗിക്കാറുണ്ട്. എയർ ഇൻസുലേറ്റഡ് ബസ് ബാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഓൾ ദ അബോവ് ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എക്യുപ്മെൻറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. യാന്ത്രികോർജ്ജത്തെ വൈദ്യുതിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വെച്ച് നോക്കുക. സോളാർ പാനൽ എന്താ ചെയ്യുന്നത്? അല്ല, സോളാർ പാനലിൽ നമ്മുടെ സൂര്യൻ്റെ താപം വന്നിട്ട് അതിനെ നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. മോട്ടറിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കുക, വെള്ളം പമ്പ് ചെയ്യിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലാമ്പ് ആണെങ്കിലും നമ്മൾ വൈദ്യുതി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ലൈറ്റ് എടുക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിക്കലായിട്ടൊരു എനർജി, നമ്മളൊരു എൻജിൻ വെച്ച് ഒരു കറക്കം കൊടുത്തിട്ട് കറക്കം വഴി ഓൾട്ടർനേറ്റർ ഓടിച്ച് അങ്ങനെ വൈദ്യുതി ഉണ്ടാക്കുന്ന, അതായത് മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജ്ജത്തെ വൈദ്യുതി ഊർജ്ജമാക്കുന്നത് ഇതിലാണ്, ജനറേറ്ററിലാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെടുത്ത് പറയുന്ന കാര്യങ്ങൾ, വിച്ച് ടൈപ്പ് ഓഫ് എനർജി കൺവേർഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ സോളാർ പാനൽ. സോളാർ പാനലിൽ എന്ത് തരം പ്രവർത്തനം നടക്കുന്നത്? ഇലക്ട്രിക്കൽ ടു ഇലക്ട്രിക്കൽ അല്ല, അതിൻ്റെ അകത്ത് ഇലക്ട്രിക്കലിനെ ലൈറ്റ് ആക്കുമല്ല, ലൈറ്റിനെ ഇലക്ട്രിക്കൽ ആക്കുക അല്ലെങ്കിൽ ഹീറ്റിനെ ഇലക്ട്രിക്കൽ ആക്കുവാണ് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി സംഭവിക്കുന്നത്. ക്ഷമിക്കണം, ലൈറ്റ് ടു ഇലക്ട്രിക്കൽ എനർജിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ സൂര്യൻ്റെ താപോർജ്ജം, അതായത് ആ ലൈറ്റിനെ ഇതിനകത്ത് ഫോട്ടോ വോൾട്ടായിക് സെല്ലിൽ വീഴ്ത്തി അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നൊരു പ്രക്രിയയാണ് നമ്മുടെ സോളാർ പാനലിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം, സോളാറിൻ്റെ 2 പാർട്ടുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൂര്യതാപം നെഗറ്റീവിൽ വീഴുന്നത് കാണാം. അതുവഴി എന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്ത് അത് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ വഴി കറക്റ്റായിട്ടുള്ളൊരു വോൾട്ടേജ് ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം സോളാറിൻ്റെ വർക്കിങ്ങിനെ പറ്റി. ഇപ്പോൾ ഏകദേശം ഇത് മനസ്സിലാക്കി നോക്കുക. അപ്പോൾ പ്ലസും മൈനസും ഉണ്ടാവും ഇതിൻ്റെ അകത്ത്, അങ്ങനെയാണ്. അപ്പോൾ സൺലൈറ്റാണ് വന്ന് വീഴുന്നത്. അപ്പോൾ നമ്മുടെ ലൈറ്റിനെ ഇലക്ട്രിക്കലാക്കി മാറ്റുകയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാൻ പറ്റിയൊരു ചോദ്യമാണ്, വിച്ച് ടൈപ്പ് ഓഫ് എനർജി കൺവേർഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇലക്ട്രിക്കൽ മോട്ടർ. അപ്പോൾ ഇലക്ട്രിക്കൽ മോട്ടറിൽ എന്താണ് സംഭവിക്കുന്നത്? മോട്ടർ നമ്മൾ പൊതുവെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നു, വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഇൻഡസ്ട്രികളിൽ മോട്ടർ ഓണാക്കി പല ജോലികൾ അതിനെക്കൊണ്ട് ചെയ്യിക്കുന്നു, കൺവെയർ ബെൽറ്റുകളും മറ്റേതുമായിട്ട്. അപ്പോൾ അതിലെല്ലാത്തിലും നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? ഇലക്ട്രിക്കൽ ഊർജ്ജം. അപ്പോൾ മോട്ടറിന് കൊടുക്കേണ്ട ഇലക്ട്രിക്കൽ എനർജിയും അത് ചെയ്യുന്നത് എന്നിട്ട് മെക്കാനിക്കൽ പ്രവർത്തനമാണ്. അതായത് ഒരു വൈദ്യുതി ഊർജ്ജം കൊടുത്തിട്ട് യാന്ത്രികമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ A ആണ് ഇതിൻ്റെ അകത്ത് കറക്റ്റ്. പിന്നെ
ഇലക്ട്രിക്കൽ ടു സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൺവേർഷൻ നടക്കുന്നുണ്ട്. സൗണ്ടായിട്ടും അതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് എനർജിയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ ഓപ്ഷനിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കലാണ്. പിന്നെ മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ജനറേറ്ററിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. പക്ഷേ അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഈ മോട്ടറിൽ സംഭവിക്കുന്ന നമ്മൾ ഇലക്ട്രിക്കൽ കൊടുത്തിട്ട് അതിൽ മെക്കാനിക്കൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി നേരത്തെ കണ്ട ചോദ്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഇത് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട്. MCCBയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാലോ, മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി വേറെ കുറേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ വിശദമായിട്ട് പോകുന്നില്ല. ഇനി മോട്ടറോട് അനുബന്ധിച്ചുള്ളൊരു ചോദ്യമാണ്, റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് മോട്ടറിനെ എന്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റോട്ടർ എന്ന് വിളിക്കുന്നു. അത് ഓർക്കാൻ എളുപ്പമാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന റോട്ടർ, സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ആൾ സ്റ്റാറ്റർ. സ്റ്റാറ്റർ എന്ന് പറഞ്ഞാൽ മോട്ടറിന് മോസ്റ്റ്ലി 2 പാർട്ടാണ്, റോട്ടറും സ്റ്റാറ്ററും. പിന്നെ റോട്ടറി സ്വിച്ചും അതൊക്കെ അതിൻ്റെ അകത്തുള്ള പാർട്ടുകളാണെങ്കിലും നമ്മൾ ഇതിൽ ചോദിച്ചേക്കുന്ന മോട്ടറിൽ കറങ്ങുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം റോട്ടർ. അപ്പോൾ മോട്ടറിൻ്റെ ഒരു പടം കാണാം നമുക്ക് ഇതിൻ്റെ അകത്ത്. സ്റ്റാറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് അനങ്ങാണ്ട് നിൽക്കുന്ന ഒരു പാർട്ട്, അതിൻ്റെ മോട്ടർ കേസിംഗ് എന്ന് പറയും. സ്റ്റാറ്ററിനെ പിടിച്ചു നിർത്തിയൊരു സാധനത്തിൻ്റെ മോട്ടർ കേസിംഗ് എന്ന് പറയും. പിന്നെ വയറിങ്ങിന് വേണ്ടിയുള്ള കവറും എൻഡ് ബെൽ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മൂടികളുണ്ട്. റോട്ടറാണ് ഇതിൽ കറങ്ങുന്ന സാധനം. അപ്പോൾ റോട്ടർ കറങ്ങുന്ന ഒരു ബിയറിങ്ങിലായിരിക്കും, ബോൾ ബിയറിങ്ങിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്മൂത്തായിട്ട് ഫ്രിക്ഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ പാർട്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ടൈപ്പ് ഓഫ് മോട്ടർ യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് മിക്സി, ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. യൂണിവേഴ്സൽ മോട്ടറാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അത് പഴയ വീഡിയോകളൊന്ന് കാണുക.